ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പ്രതിലിപിയിൽ ഒരു സ്റ്റോറിക്ക് എങ്ങനെയാണ് നമ്മൾ കവർ പിക്ചർ ആഡ് ചെയ്യുന്നതെന്നാണ്. എന്നോട് 2-3 പേര് അതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മുടെ ഹോം സ്ക്രീനിൽ താഴെ എഴുതൂ എന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, ആ എഴുതൂ എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ കഥ എഴുതാം, കവിത എഴുതാം, ലേഖനങ്ങൾ എഴുതാം, നമ്മുടെ ഇഷ്ടമനുസരിച്ച്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു സെൻറ്റൻസ് പോലെ ഒരു എഴുതുവാണ്. സ്നേഹത്തിൻ്റെ താഴ്വരയിൽ നിനക്കായി ഞാൻ കാത്തിരുന്നു. ഇത് ജസ്റ്റ് നമുക്ക് ഇതുപോലെ സ്റ്റോറി എഴുതാം, കവിതകൾ എഴുതാം, എത്ര വേർഡ്സ് വേണമെങ്കിലും. നമ്മൾ എത്ര വേർഡ്സ് എഴുതി എന്നുള്ളത് താഴെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇതിനകത്ത് 5 വേർഡ്സ് ഉണ്ട്, സോ 5 വേർഡ്സ്. സാധാരണ ഒരു ലോങ് സ്റ്റോറിയാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, തുടർക്കഥയാണ് എഴുതാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് 1000 വേർഡ്സൊക്കെ എഴുതാവുന്നതാണ്. പിന്നെ നമുക്കിവിടെ അതിൻ്റെ ആ ഒരു തലവാചകം അല്ലെങ്കിൽ അതിന് നമ്മൾ കൊടുക്കുന്ന പേരെഴുതാം. ഇപ്പം ഞാനതും സ്നേഹത്തിൻ്റെ താഴ്വരയിൽ എന്ന് തന്നെ കൊടുത്തുവാണ്. അപ്പം നമ്മുടെ പോർഷൻ നമുക്ക് വേണ്ട രചന എഴുതി അതിൻ്റെ ഹെഡിങ്ങും കൊടുത്തു. അതിനുശേഷം നമുക്കിത് വായിച്ചു നോക്കാം. അല്ലെങ്കിൽ മുകളിൽ ഒരു 3ൻ്റെ ഒരു സൈൻ കണ്ടില്ലേ, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രിവ്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ പ്രിവ്യൂവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിത് കാണാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മളത് എഴുതിയത് നമുക്കവിടെ വിസിബിൾ ആകും. അപ്പോൾ അതിനുശേഷം നമുക്ക് സേവ് ചെയ്യാം. സേവ് എന്നുള്ളിടത്ത് സേവ് ചെയ്തെടുക്കാം. എന്നിട്ട് പ്രസിദ്ധീകരിക്കും എന്നൊരു ഓപ്ഷൻ എടുക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും വരിക. ഇതിനകത്ത് നമുക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്നെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്ന ഫോട്ടോ നമുക്ക് ഗ്യാലറിയിൽ നിന്ന് എടുത്തിടാം, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് കവർ ചിത്രം സൃഷ്ടിക്കാം. സ്വന്തമായിട്ട് ചിത്രം ചെയ്യുവാണെങ്കിൽ അത് കവർ ചിത്രം സൃഷ്ടിക്കൂ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ വരും. അവർ തന്നെ കുറേ വാൾപേപ്പർ അല്ലെങ്കിൽ ഫിൽറ്റേഴ്സ് സാധനങ്ങൾ നമുക്ക് തരും. നമുക്ക് വേണമെങ്കിൽ കുറേ വാൾപേപ്പർ നമുക്ക് തന്നെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാം. എൻ്റെ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കുറേ യൂസ് ഉണ്ട്. നമുക്ക് ChatGPT ഉണ്ട്, ജെമിനി ഉണ്ട്. സോ എവിടെയെങ്കിലും ചെന്നിട്ട് നമുക്ക് വേണ്ട പ്രോംപ്റ്റ് കൊടുക്കുക. അതിപ്പോൾ ഇംഗ്ലീഷിൽ തന്നെ വേണമെന്നില്ല, മലയാളത്തിലായാലും അതിന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ട ആ ഒരു കവർ പിക്ചർ ജെമിനി അല്ലെങ്കിൽ ChatGPT നമുക്ക് ചെയ്ത് തരും. സോ അതായിരിക്കും ഒന്നുകൂടി നല്ലത്. അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഗാലറിയിലോട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ഇവിടെ ഗാലറി എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം ഇവിടെ ഞാനൊരു സാധനം ഞാൻ ഇതാണ് ചെയ്തിരിക്കുന്നത്. സോ അത് ഞാൻ സെലക്ട് ചെയ്ത് അറേഞ്ച് ചെയ്തിട്ട് മുകളിലത്തെ ടിക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതവിടെ വന്നു. ഇനി നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന കഥയാണെങ്കിൽ കഥ, അല്ലെങ്കിൽ ലേഖനം, അല്ലെങ്കിൽ കവിത, ഏതാണോ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് കവിത എന്നുള്ളതിൽ കൊടുത്തു. എന്നിട്ട് നമുക്ക് വിഭാഗം സെലക്ട് ചെയ്യാം. ഏത് വിഭാഗത്തിലാണെന്നുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ വെറുതെ പ്രണയം എന്നുള്ളൊരു വിഭാഗത്തിലാണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ പ്രണയം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഈ രചന വേറെ എവിടെ നിന്നും കോപ്പി ചെയ്തിട്ടൊന്നുമല്ല, നമ്മുടെ സ്വന്തം രചനയാണെന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കുന്നു. പ്രസിദ്ധീകരിക്കുന്നൊരു ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ രചന പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇതാണ് നമ്മുടെ രചന പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇതൊരു തുടർക്കഥയായിട്ടാണ് എഴുതാൻ ആഗ്രഹമെങ്കിൽ തിരുത്തു എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ തിരുത്തു എന്ന് കൊടുത്തിട്ട് അടുത്ത ഭാഗം ചേർക്കൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ രചനയ്ക്ക് പുതിയൊരു ഭാഗം ചേർക്കുന്നുണ്ടോ എന്ന് ചോദ്യം വരും. അതെ എന്ന് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റോറി ഒരു തുടർക്കഥയുടെ ഫോർമാറ്റിലോട്ട് മാറാം. നമുക്ക് അടുത്ത ഭാഗം ചേർക്കുന്നുള്ളത് ഇതിൻ്റെ ബാക്കി ആഡ് ചെയ്യാം. നമ്മൾ എഴുതിയ സ്റ്റോറി കാണണമെങ്കിൽ ബാക്ക് അടിക്കുക. നമ്മുടെ മെയിൻ പേജിൽ പോകുമ്പോൾ ടോപ്പ് രചനകളിൽ നമ്മൾ എഴുതിയ സ്റ്റോറി ഉണ്ട്. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എഴുതിയ സ്റ്റോറി വരും. ഇങ്ങനെയാണ് ഒരു സ്റ്റോറിയിൽ കവർ പിക്ചർ ചെയ്യുന്നതും എഴുതുന്നതും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ